പിന്നെ ഇന്ന് നമുക്കൊരു മീൻ കറി വെച്ചാലോ? നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിലെ മീൻ കറിയാണേ. അതിനു മുമ്പായി ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. നമ്മൾ ആദ്യമേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ കേരച്ചൂരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോയോളം കേരച്ചൂരയുണ്ട് ഇത്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, ആവശ്യത്തിന് തേങ്ങ എടുക്കുക. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. ഇത് വാളംപുളിയാണേ, കുടംപുളിയല്ല. നമ്മൾ രസമൊക്കെ വെക്കുന്ന വാളംപുളി എടുക്കുക. അതിനുശേഷം മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ലേശം ഉലുവയും കൂടെ അതിൻ്റെ കൂടിയിട്ട് അരയ്ക്കുന്നുണ്ടേ. നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കുക. ജാറ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഇവിടെ ഉടങ്കൊല്ലി മുളക്, ഉണ്ടമുളക്, തൊണ്ടമുളക് എന്നൊക്കെ പറയുന്ന ആ മുളക് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടേ. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്ത് മുരിങ്ങയ്ക്കായി കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇനി ഇത് ഗ്യാസ് ഓണാക്കി നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും കൂടെ അതിലേക്ക്, കേരച്ചൂരയാണ്, ചൂരമീനാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈല് മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് ഇടണേ. താങ്ക് യു.